ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മച്ചി ഇന്ന് നേരത്തെ കുളിച്ചൊക്കെ റെഡിയായോ? ആണോ? അതിനെ പറ്റി തണുപ്പ് വൈകുന്നേരം ആകുമ്പോൾ തണുപ്പാന്ന് പറഞ്ഞാണോ? ആണോ? അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വേണോ? ഇഷ്ടപ്പെട്ട സാധനമാണ് പിന്നെ വേണ്ടെന്ന് പറയാനോ? അതെന്താ എങ്ങനെയുണ്ട്? ചക്ക ചക്ക ഈയിടെല്ലാം ഇത് പറയുന്നില്ല. ഒരു കാര്യം ചെയ്യേ, എന്നാ പിടിച്ചോ, എടുത്തോ. ഞാനോ? ഞാൻ എടുത്തിട്ട് നീയൊക്കെ തിന്നതോ അല്ലേ? അത് നേരത്തെ നമുക്കൊരു കാര്യം ചെയ്യാം, പോപ്പിയെ കൊണ്ട് എടുപ്പിക്കാം. ജിമ്മൻ അല്ല, നേരത്തെ ചെയ്യുമായിരുന്നു. ഒരു ചക്കയൊക്കെ എടുക്കും. അതെ അതെ അതെ, ഒരു ചക്കയൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വെച്ച് കൂട്ടി പിടിച്ചു. കയ്യാൽ അരക്ക് വെക്കും. പാളയോ? നിന്നെ കിടത്തി കുളിപ്പിക്കാൻ കേട്ടാ, നിന്നെയൊക്കെ പാളയെ കുളിപ്പിച്ചല്ലേ? അതെ, ഇത് വലിയ കുഴപ്പമില്ല അല്ലേ അമ്മച്ചി? അതിപ്പോ പാളയല്ലല്ലോ, ചക്കയല്ലേ അല്ലേ? ചാക്ക് ആണ്ടകത്ത് വേറെ പാളയുണ്ട്. എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. അരയ്ക്കുന്ന സാധനമൊക്കെ കല്ലിനകത്ത് വടിച്ചെടുക്കാനൊക്കെ പാള വേണമെന്ന് പറഞ്ഞായിരുന്നു. ആണോ? അപ്പൊ ഒരു പാളയും കൂടി ഇരിക്കട്ടെ. അതില്ല, നമ്മള് സമ്മന്തിയൊക്കെ തേങ്ങയൊക്കെ വറക്കുമ്പോഴേ ഈ പാളക്കകത്തൊന്ന് നല്ലപോലെ കോരി എടുക്കണമെങ്കിൽ പാളമുറിയാണെങ്കിൽ നല്ല വടിച്ചു കൂട്ടാൻ എളുപ്പമുണ്ട്. പച്ചപ്പാളയല്ലേ? പച്ചയാ. പച്ചയാ പച്ച. കടിച്ചാ വെയിലത്തോട്ടിട്ടടി ഇച്ചിരി നേരം. വെയിലത്തിട്ടാ ഉണങ്ങി കിട്ടും അല്ലേ? അല്ല, ഇതൊന്നും മയോ ഉണ്ടാക്കി കിട്ടും. അത് ഇച്ചിരി മയമാവും. മയത്തിന്റെ കാര്യമൊക്കെ ഈ പ്രായമുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാവോ? ഞങ്ങൾക്ക് അറിയത്തില്ല. വെയിലത്തോട്ടുണ്ട് ഇട്. അമ്മച്ചി നല്ല സൂപ്പർ കുട്ടിപ്പാളകൾ കുത്തി കുത്തി അന്നത്തെ കാലത്ത് അരിയും പരിപ്പും കടലയും. അതെ, അന്നൊക്കെ പാത്രമില്ലല്ലോ, എല്ലാം പാളക്കകത്തല്ലേ. പാത്രത്തിന് പകരം പാളക്കകത്താ വെക്കുന്നത് അല്ലേ? അമ്മച്ചി വലിയ പാള കുത്തി അതിനകത്ത് ഒരു പറ അരി നെല്ലും ഒക്കെ ഇട്ട് വെക്കുമായിരുന്നു. അത്ര വലിയ പാള കുത്തി. എന്നിട്ട് അതിന്റെ മൂല രണ്ടും മടക്കി മണ്ടയിലൊരു ചിരട്ട വെച്ചിട്ട് വട്ടം ഒരു കെട്ടുമൊക്കെ കെട്ടി നല്ല സൂപ്പറാ കാണാൻ. ഇന്ന് പക്ഷെ ആർക്കും പാള കുത്താനും അറിയത്തില്ല. ഉപകാരം എന്നാന്ന് പോലും ആർക്കും. ഇന്നൊക്കെ പിള്ളേരെ കുളിപ്പിക്കുന്നതേ ഡീഷിനകത്തോട്ട് കിടത്തിയല്ലേ, ചെറിയൊരു ഡിഷ്, അല്ലെങ്കിൽ ഒരു ഷീറ്റ് മേടിച്ച് അതേ കിടത്തി. പണ്ടുള്ള പിള്ളേരെ അങ്ങനെയല്ല, നല്ല കുഴുവമ്പാള നേരത്തെ എടുത്തു കൊടുത്തു പിള്ളേരെ ഉണ്ടായി കഴിയുമ്പോ അതുങ്ങളെ അതിനകത്ത് എണ്ണയും തേച്ച് ഇട്ടാൽ 1 മണിക്കൂർ അവിടെ കിടന്ന് ഉറങ്ങും. അതേപോലെ കിടന്നുറങ്ങി തനിയൊക്കെ. അത് കൊള്ളാം. പാളെ കിടത്തി ഉറക്കുമെന്ന് പറഞ്ഞു. ആളെ കിടന്ന് എണ്ണയൊക്കെ തേച്ച് അവിടെ ഇട്ട അവിടെ കിടന്ന് ചാലും ഉറങ്ങിക്കോളും. ഉറക്കം കഴിയുമ്പോ എടുത്ത് കുളിപ്പിക്കും. കൊണ്ടുപോകാനൊന്നും ഇന്ന് എത്ര നേരം എന്ന് പറഞ്ഞാലും ചക്ക കണ്ടാ വെട്ടിത്തരും. ഇന്ന് ഇതൊന്നും എടുത്തോണ്ട് പോകാനൊന്നും പറ്റത്തില്ല. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, പിള്ളേരോട് പറഞ്ഞു അമ്മമാരെ കൊണ്ട് എടുപ്പിച്ചെല്ലാം പ്രായമായി. അത് കാരണം അതെല്ലേ, നാക്കിന് പ്രായമില്ലെന്ന് മാത്രം. അതുണ്ടാകുമല്ലോ, അത് നാക്കിന് പ്രായം അമ്മത്തേക്ക് മീശ കിടക്കടാ. താഴെയാണോ മീശ കിടക്കുന്നത്? മുകളിലല്ലേ മീശ കിടക്കുന്നത്? ഇവിടെ ഇല്ല. ഇവിടെയാ കിടത്തെ. ചെന്നപ്പോ എല്ലാം വെട്ടിവിട്ടതായിരുന്നു. തന്നിഷ്ടം, പൊന്നിഷ്ടം, ആരാനിഷ്ടം, ബിമ്മിഷ്ടം, അത്ര തന്നെ. അത് കൊള്ളാം. ചക്ക നല്ല ചുളയല്ലേ? നല്ല ചുളയാ, നല്ല നീളമുള്ള ചുളയാ. വറക്കാൻ സൂപ്പറായിരുന്നു. ഇപ്പം മറക്കാന്നെങ്ങാനും പറഞ്ഞ അമ്മച്ചി നമ്മളെ ഓടിക്കും. അമ്മച്ചിക്ക് ചക്ക തിളച്ച് മൊത്തം വേവിച്ച് കൊടുക്കണമെന്നാണ്. ഇത് വെട്ടാനും പെറുക്കാനും ഒക്കെ നല്ല എളുപ്പമുണ്ട്. വറക്കാൻ നല്ല കനക്കുറവുള്ള ചുളയാ, പക്ഷെ ചുള നല്ല വെളുത്തായിരിക്കും. ഇതിപ്പം വെട്ടി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ മൊത്തം പെറുക്കി തരും. അതൊക്കെ പെറുക്കി തരും. രണ്ടുപേരും കൂടെ വേണേലും പെറുക്കിക്കോളും. അച്ഛനും അമ്മച്ചിക്കും അതെ, ചക്ക പെറുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വിനോയ് അവിടെ വെട്ടി ഇടുമ്പോഴത്തേനും രണ്ടുപേരും കൂടെ പെറുക്കാൻ തുടങ്ങും. അതിനാ പെറുക്കാൻ ചക്ക വേവിച്ചാൽ മതി, പിന്നെ ചോറ് വേണ്ടെന്നാ പറയും. അത് ഞാൻ കൊണ്ടോ ഇച്ചിരി വേവിച്ചേക്കാന്ന് വെച്ചത്. പച്ചച്ചോള തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പച്ചച്ചോള തിന്നാനും നല്ലതാണ്, പക്ഷെ കണ്ടാലൊരു സുഖമില്ല, നിറവില്ല, ഒട്ടും നിറവില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടുത്തെ ചക്ക മുഴുവൻ വെളുത്തയൊക്കെയാ കൂടുതൽ ഈ പറമ്പില്. നമ്മുടെ ഈ അമ്പലത്തിന്റെ താഴെ നിൽക്കുന്ന ഒരു പ്ലാവേലെ മാത്രമേ ഉള്ളൂ ചുമലച്ചോള, ബാക്കി എല്ലാം വെള്ളച്ചോള. പെട്ടെന്ന് വെട്ടിക്കോ. ഇച്ചിരി വെട്ട വെട്ടാനൊക്കെ നല്ല എളുപ്പമുള്ള ചക്കയാ. വെട്ടാനും പെറുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്.
ഇനി എവിടുന്നേലും കിട്ടുമ്പോൾ മറക്കാം അല്ലേ, അല്ലാതെ ഇപ്പം മറക്കാൻ നടക്കുകയില്ല. അമ്മച്ചി ചക്ക വെട്ടിക്കൊണ്ട് വെച്ചപ്പോഴേ തന്നെ ചക്കപ്പണി തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞേ ഞാൻ കുറച്ച് പാത്രം ഉണ്ട്, അതും ഒന്ന് കഴുകിയിട്ട് കുളിച്ചിട്ട് വരാന്ന്. സമ്മതിക്കുവല്ല അമ്മച്ചിക്ക് ഇപ്പൊ ചക്ക പെറുക്കണം. ഞാനിവിടെ ചുമ്മാ ഇരിക്കുവല്ലേ, ആ. ചേട്ടൻ കഴിയുമ്പോൾ നാവും തല്ലണ്ടേ. ആ അപ്പൊ അതൊക്കെ എവിടെ ഇരുന്ന് പെറുക്കി ഞാനേ കുളിച്ചിട്ടൊക്കെ വരാതെ. ചക്കക്കുരു പെറുക്കി എടുക്കണോ? അത് വേണ്ട. ഓ അമ്മച്ചി ഇന്നേതായാലും ചക്ക വേവിച്ച് തിന്നിട്ടേ ഉള്ളൂ. ആരാ? അമ്മച്ചി. എനിക്ക് നിർബന്ധമൊന്നുമില്ല, പിന്നെ വേണ്ടേ? വേവിച്ചാച്ചിട്ട് തിന്നാവുന്നുള്ളൂ, അല്ലാതെ. എന്നാലും ഇതപ്പടി വേവിക്കുന്നുണ്ടോ രാവിലെ? ഇല്ലല്ലോ. രാവിലെയോ? അതോ ഇന്നോ? ഇപ്പൊ രാത്രിയല്ലേ? രാത്രി വേവിക്കണോ രാവിലെ വേവിക്കണോ? അത് നിങ്ങളുടെ ഇഷ്ടം. എപ്പോ വേവിച്ചെന്നാലും ഞാൻ തിന്നൂല. അതെ, ഞാൻ ചെറു തിന്നു. ചക്കയല്ലേ. ഒന്ന് എളുപ്പം പോയി ചൊല്ലിട്ട് ഓടിപ്പോന്നു. അതെ, ഇതിങ്ങനെ മറുപ്പിലിട്ടാച്ചാ മതിയോ? അതെ, ഇത് വേർക്കല്ലേ വേവിച്ച് തിന്നാൻ പറ്റുള്ളൂ. ആ ചക്കയ്ക്ക് എന്നാ കറി കൂട്ടും? ചക്കയ്ക്ക് എനിക്ക് കറി വേണമെന്ന് നിർബന്ധം തോന്നുന്നില്ല. വേണ്ടേ? ഒരു മുളക് അരച്ചാൽ മതി. ഇച്ചിരി വത്തലമുളക് അരച്ചാലോ? വത്തലമുളക് എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ കാന്താരിയോ? കാന്താരിയോ? കാന്താരിക്ക് എവിടെ പോകും? ഉണക്കക്കാന്താരി ഉണ്ട്. അതൊക്കെ മതി. ഇത്തിരി എണ്ണ വെച്ചാൽ. അതെ, പച്ചയിലെ പിന്നെ നെയ്യാനാ. പക്ഷെ ഒരു മത്തി വറുത്തതും കൂടെ ആയാലോ? ഓ, നിർബന്ധമൊന്നുമില്ല. അമ്മച്ചിക്ക് ചക്കയും കാന്താരി, അതാണ് അമ്മച്ചിയുടെ. ഇച്ചിരി മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ. നിർബന്ധമില്ല, പിന്നെ കിട്ടിയ കൂട്ട് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എൻ്റെ കാര്യമല്ല, അത്രേ ഉള്ളൂ. ഒരു കാന്താരി ഉണ്ടെങ്കിലും ഞാൻ നമുക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ലല്ലേ. അപ്പൊ ഇന്നത് വേണമെന്നും പറഞ്ഞ അവിടെ ഇരുന്നാൽ കിട്ടുമോ? ഞാൻ പെട്ടെന്ന് കഴിക്കുക. നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നണ്ടേ അല്ലേ. വാസനെ കാണുവാനായി ഞാനും വരട്ടെയോ സ്വാമി കൂടെ. വന്നോളൂ വന്നോളൂ കന്നി സ്വാമി, കാനന വാസനെ കാട്ടിത്താരാം. എരുമേലിയിൽ നിന്നും വേട്ടതുള്ളി, വാവൊരു സ്വാമിയെ കാണാമല്ലോ. വാവൊരു സ്വാമിയെ കണ്ടിട്ടങ്ങ് പമ്പയിലേക്കങ്ങു യാത്രയാകാം. പമ്പ നദിയിൽ കുളി കഴിഞ്ഞ് പമ്പയിൽ വാസനെ കാണാമല്ലോ. നീലിമല പിന്നെ കരിമലയും ശരം കുത്തിയാലും കാണിക്കാൻ ഞാൻ. പാട്ടും പാടി തോടെ പോയപ്പോ പാട്ടേലൊരു മുറി തോട്ടി പോയി. കൊട്ട കൊണ്ടുവാ വട്ടി കൊണ്ടുവാ കോരി പിടിക്കാൻ ദാവി കൊണ്ടുവാ. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും. അമ്പിളി താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനിപ്പ വരും. ചക്കപ്പുഴുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഒറ്റ കൊറ്റമില്ല. ആ, നല്ലതാണോ? നല്ല. എന്നാ ബാക്കിയും കൂടെ വേവിച്ചേക്കാം അല്ലേ? നല്ലതൊക്കെയാ. പകുതി എടുത്തുള്ളൂ, വേവിച്ച് നോക്കിയിട്ടേ നല്ലതാണെങ്കിൽ ബാക്കി നാളെ വേവിക്കാം. നല്ലതാ, ഒരു കുഴപ്പമില്ല. അപ്പൊ ബാക്കി വേവിക്കാം. അതെ, നല്ലപോലെ വേവുകയും ചെയ്തു. ചോറ് വേണ്ടേ? ചോറ് വേണം, ഇത് തിന്നട്ടെ. ചക്കയുള്ളതിൻ്റെ നീ വേറൊന്നും വേണ്ടായിരിക്കും. ചാച്ചനും അമ്മച്ചൊക്കെ ഇത് കഴിച്ചിട്ട് അവിടെ ഇരുന്ന് സീരിയൽ കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, രണ്ടുപേരും ഇരുന്ന് കാണുന്നുണ്ടോ? അതല്ല, അമ്മച്ചിയുടെ കൈ കണ്ടോ? അമ്മച്ചിയുടെ കൈ ചാച്ചൻ തിരുമ്മി കൊടുത്തോണ്ട് അതിനായി ചാച്ചൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. പോയി കിടക്കുവേ, ശകല നേരം കഴിയുമ്പോൾ ചാച്ചനോട് കിടക്കാൻ പറഞ്ഞിട്ട് പോയി കിടക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ എണീറ്റ് വരും. ഒന്നുമില്ല, ഒന്നും അറിയത്തില്ല. അതെല്ലാം നിഷ്കളങ്കമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ചക്ക പുഴുക്ക് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ കുറച്ചക്കരം കൂടെ ഒരു വേകാനുണ്ടെന്ന്. അല്ലെങ്കിൽ വേകാനല്ല, വിളയാനുണ്ട്. പക്ഷെ ആ ചക്ക കണ്ടാൽ വിളഞ്ഞെല്ലാം തോന്നും. അതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല
അമ്മച്ചി എന്നാ പറഞ്ഞു അഭിപ്രായം പറയും. അമ്മച്ചിക്ക് പിന്നെ ചക്കയാണ് അല്ലേ അമ്മച്ചിക്ക് ചക്ക എങ്ങനെ വേവിച്ച് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു നാളെ മേടിച്ചു ഇന്ന് മേടിച്ചാൽ തിന്നാ ചക്ക എന്നാ കഞ്ഞി കുടിക്കാൻ കഴിയല വല്ലപ്പോഴും അല്ലേ ഉള്ളു. എന്നാലും ഉണക്ക കാന്താരി പച്ച കാന്താരി കുഞ്ഞുമത്തി നല്ല ഇപ്പൊ ഇരുന്നോണ്ടേ കുഞ്ഞു മത്തി. ചാച്ചൻ പറയണേ നമുക്ക് പോകണ്ടേ എന്നോട് വീട്ടിലോട്ടോ എപ്പോഴാ പോകുന്നേ രാവിലെ എന്നോട് ചോദിച്ചായിരുന്നു ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ എന്നെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇവിടെ നിന്ന് തന്നെ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ആയാലേ ഇവിടെ മനുഷ്യരൊന്നും കാണാനില്ലല്ലോ അതായിരിക്കും. ആരും അവിടെ എപ്പോഴും തിന്നാലിരുന്ന ആളല്ലേ സ്കൂളിൽ പിള്ളേര് കളിക്കുന്നതും എടുക്കുന്നതും അത് കണ്ടേ. ഇത് അവൻ മുട്ട മാത്രമാണ് റെഡിയാണ്. ഞാൻ അന്നേരം ഉറക്കുവാണേ എങ്ങനെ ഒരാളൊന്നും ആളെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇത്രയും പ്രായമായിന്ന് പറഞ്ഞാൽ ചാച്ചനും അമ്മച്ചിയുടെ കായും തിരുമ്മി കൊടുത്ത് കാലും തിരുമ്മി കൊടുത്ത് അതാ പറഞ്ഞ അവരൊക്കെ ഭാഗ്യവാന്മാരാ. താമസമൊക്കെ ജീവിച്ചില്ല. ഇപ്പോൾ ഉള്ളവരെല്ലാം യുദ്ധം ചെയ്ത് മരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ആർക്കും പരസ്പരം സ്നേഹമില്ല ബഹുമാനമില്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ കുഴപ്പങ്ങൾ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കാതെ എല്ലാവരും പരസ്പരം ബഹുമാനവും സ്നേഹവും കൊടുത്ത് വളരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചാച്ചനെ അമ്മയും കൂടെ ഇന്ന് കോരത്തോട്ടിലെ വീട്ടിലോട്ട് കൊണ്ടുവിടാൻ പോവുക കേട്ടോ. അപ്പോൾ നാളെ ഇവർക്ക് വയസ്സായ ആളുകൾക്കെല്ലാം വോട്ട് വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീട്ടിലേക്ക് വോട്ടിന് ആൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചാച്ചനോട് ഞാൻ ചോദിച്ച് വോട്ട് ചെയ്യാനായിട്ട് പോകണമെന്ന്. ചാച്ചൻ പറഞ്ഞ് നിർബന്ധമായിട്ടും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ്റെ പൗരധർമ്മം വിനിയോഗിക്കാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അമ്മച്ചിയാണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അമ്മച്ചി വോട്ട് ചെയ്യുന്നുണ്ടോ? അമ്മച്ചി വോട്ട് ചെയ്യുന്നുണ്ടോ? എനിക്കറിയത്തില്ല ചെയ്യണമായിരിക്കുമല്ലോ. ആണോ? ചെയ്യാതിരിക്കാനൊക്കെ ഇല്ല. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം. അപ്പോൾ ഏതായാലും നാളെ അവർ വീട്ടിൽ വരുമല്ലേ? പിന്നെ അവർ വീട്ടിൽ വരും. അപ്പോൾ നമ്മളവിടെ കാണണ്ടേ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരെയും കൂടെ അവിടെ കൊണ്ടാക്കാം. എൻ്റെ അമ്മച്ചിയെയും കൂടെ അങ്ങ് നിർത്താം ഒരു ദിവസത്തേക്ക്. എല്ലാം ഒന്ന് സെറ്റാകണ്ടേ? അപ്പോൾ പോയി വോട്ട് ചെയ്യാം അല്ലേ? ചാച്ചനും ചെയ്യും. ആണോ? ചാച്ചനും കൂടെ വരട്ടെ. അപ്പം വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. ചാടി അന്നേരം പെട്ടെന്ന് പോയി റെഡിയായി കേട്ടോ. വോട്ട് ചെയ്യാൻ പോകണം അല്ലേ? വോട്ട് ചെയ്യണം. നമുക്ക് പോയി വോട്ടൊക്കെ ചെയ്യാം അല്ലേ? നാളെ അവർ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് പോയിട്ട് നാളെ പോയി വോട്ടിനുള്ള ആൾക്കാർ വരുമ്പോൾ വീട്ടിൽ കാണണം. എന്നാൽ പോയേക്കാം അല്ലേ?